ദൈവനാമത്തിന് അർത്ഥമുണ്ടാകട്ടെ. നാം പാട്ടിൽ ഓർത്തതുപോലെ പലവിധ ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതിന് മധ്യത്തിലും ദൈവിക സാന്നിധ്യം നമ്മോടുകൂടെ ഉള്ളതുകൊണ്ടാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ ആവശ്യമായ കൃപകൾ നൽകി ബലപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവവചനമാണ് നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും. നാം പാട്ടിൽ അത് ഓർക്കുകയായി. ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുന്നു, നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ ബലപ്പെടുത്തുന്നു, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ താങ്ങി നടത്തുന്ന ആലോചനക്കാരനായിട്ട് ദൈവവചനം നമ്മോട് കൂടെയുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 42 സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 42 സങ്കീർത്തനം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Psalms 42 verse 5 and 6. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചോളിൽ ഞാൻ ഇറങ്ങുന്നതുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ദൈവം നമുക്ക് ഈ വചനം അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരനുഭവമാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 42 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ 180 സങ്കീർത്തനങ്ങളെ 5ആയിട്ട് തിരിച്ചിട്ട് അത് 5 അല്ലെങ്കിൽ 5 പുസ്തകങ്ങളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. 1 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ ഒന്നാമത്തെ പുസ്തകം, 42 മുതൽ 72 വരെയുള്ള അധ്യായങ്ങൾ സങ്കീർത്തനത്തിലെ 2-ാം പുസ്തകം, 73 മുതൽ 89 വരെയുള്ള സങ്കീർത്തനങ്ങൾ 3-ാമത്തെ പുസ്തകം, 90 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങൾ 4-ാമത്തെ പുസ്തകവും, 107 മുതൽ 150 വരെയുള്ള സങ്കീർത്തനം 5-ാമത്തെ പുസ്തകം എന്നാണ് തിരിച്ച് ബൈബിളിൽ ചേർത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 2-ാം പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം 42-ാം അധ്യായമാണ്. അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു പ്രത്യേക ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷം, ഒരു വാഞ്ചയുള്ള ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നോട് ചേരുവാനായിട്ട് കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. വലിയൊരു ആവേശം, വലിയൊരു ദാഹം ഉള്ള ഒരു വ്യക്തിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. എന്താണ് അവൻ്റെ ദാഹം? അല്പം വെള്ളം, ഭൗമികമായ നിലയിൽ അല്പം ദാഹം ശമിപ്പിക്കുവാനുള്ള, വെള്ളം കുടിക്കുവാനുള്ള ആഗ്രഹമല്ല, പിന്നെയോ ജീവനുള്ള ദൈവത്തിനായിട്ടുള്ള ആഗ്രഹം, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള ആഗ്രഹം, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ആ കർത്താവിലേക്ക് അടുത്തു വന്ന കർത്താവുമായുള്ള സജീവമായ ബന്ധത്തിൽ മുൻപോട്ട് പോകുവാനുള്ള ആ വലിയ ആഗ്രഹമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ സങ്കീർത്തനം പ്രാരംഭത്തിൽ എഴുതിയിരിക്കുന്ന കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനമെന്നാണ്. എന്നാൽ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമായിട്ടാണ് ഇതിനെ വേദപണ്ഡിതന്മാര് ഓർപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ കോരഹപുത്രന്മാർക്ക് വേണ്ടി ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇത് ദാവീദിനുള്ള ബന്ധത്തിലും കോരഹപുത്രന്മാരുള്ള ബന്ധത്തിലും വളരെ വസ്തുതാപരമായി ചിന്തിച്ചാൽ ഒരു സത്യമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു എന്നുള്ളത് ഈ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാവീദ് അനേക പ്രതിസന്ധികൾ കൂടെ കടന്നുപോയ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രാജാവായിരിക്കുമ്പോൾ രാജസ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ട അനുഭവങ്ങൾ, വളരെ പ്രതിസന്ധികൾ അനുഭവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ കോരഹപുത്രന്മാരുള്ള ബന്ധത്തിലും അവരും അനേക പ്രതിസന്ധികൾ കൂടെയാണ് കടന്നുപോയത്. അതുകൊണ്ട് തികഞ്ഞ ആത്മീയ സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ തന്നെ ഈ സങ്കീർത്തനക്കാരൻ ഈ വാക്കുകൾ നമ്മെ ഓർപ്പിക്കുക. ദൈവമക്കളെ, നാം ഇന്ന് ദൈവസന്നിധിയിലേക്ക് ആ നിലയുള്ള ആത്മഭാരത്തോടുകൂടി, അല്ലെങ്കിൽ ആത്മാവിന്റെ ആഗ്രഹത്തോടു കൂടിയാണോ നാം ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? ഈ ദൈവവുമായുള്ള ഒരു സജീവമായ ബന്ധം നിലനിർത്തുവാൻ, ഈ കർത്താവുമായി ഏറ്റവും ഉന്നതമായ ഒരു ആത്മീയ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ എത്രമാത്രം ആഗ്രഹമുണ്ട് നമുക്ക്. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഈ സന്ധ്യാസമയം നമുക്ക് വിനിയോഗിക്കാം. നാം എത്രമാത്രം കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരാണ്, അല്ലെങ്കിൽ എത്രമാത്രം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, അതായത് ഒരു മാനിനെ സംബന്ധിച്ചിടത്തോളം ഓടി അലഞ്ഞ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി വളരെ വേഗത്തിൽ ഓടി ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അല്പം വെള്ളം ലഭിക്കണമെന്നുള്ളതാണ്. ആ ആഗ്രഹത്തോടുകൂടിയാണ് ഈ മാന് ഓടുന്നത്. ദൈവമക്കളെ,
ആ ആഗ്രഹത്തോടുകൂടെ നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുവാനായിട്ട് ഇടയായി തീരുന്നുണ്ടോ? ദൈവവചനം നമ്മളെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവവചനത്തിന് മുൻപാകെ ഇരുന്നപ്പോൾ, ഈ ദൈവവചനവുമായിട്ട് നാം ബന്ധപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം നാം ധ്യാനിച്ചപ്പോൾ എത്രമാത്രം ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു? ഈ ദൈവവചനത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടോ? ഇവിടെ നാം വായിക്കുന്നത് കോരഹൂത്തന്മാരുടെ ധ്യാനം എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ കോരഹൂത്തന്മാര് ദൈവവചനത്തിന് മുൻപാകെ ഇരുന്ന് തങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ദൈവം എത്ര വലിയവനാണ്, ദൈവീയ കരുതൽ എത്രയോ ശ്രേഷ്ഠമേറിയ നിലയിൽ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നു എന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ദൈവം മുൻപാകെ കടന്നു വരുന്ന അനുഭവം. ദൈവങ്ങളെ നമുക്ക് ആ നിലയിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുവാൻ, നമ്മുടെ കർത്താവിന്റെ സ്ഥിതിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് ഇടയായി തീർന്നിട്ടുണ്ടോ? വളരെ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരുക. മാത്രമല്ല, ആ കഠിനകരമായ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ച അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഇടയായി തീരണം. ഈ ഭാഗമൊക്കെ നാം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, എന്തിനാണ് എന്നോട് തന്നെ പറയാൻ, എന്തിനാണ് ഇങ്ങനെ ഭാരപ്പെടുന്നത്? അതാണ് നമ്മളിവിടെ വായിച്ചത് 5-ാം വാക്യത്തിന്റെ ആരംഭം. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിത് ഇത്രമാത്രം വിചാരപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് സങ്കീർത്തനക്കാരൻ തന്നെ നമ്മെ ഓർപ്പിക്കുകയാണ്, ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയേണ്ടത് അതാണ്. നമുക്ക് എന്തിന് നാം ഭാരപ്പെടണം, എന്തിന് നാം ബുദ്ധിമുട്ടണം? അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് നമ്മോടുകൂടി ഉള്ളപ്പോൾ, നമ്മെ ശക്തീകരിക്കുന്ന ഒരു കർത്താവ് നമ്മോടുകൂടി ഉള്ളപ്പോൾ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ വിടുവിക്കുവാൻ തക്കോണം, പ്രതിസന്ധികളിൽ നമുക്ക് ആശ്വാസം നൽകുവാൻ തക്കോണം, ആ സകല പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മോടുകൂടി ഉള്ളപ്പോൾ നാം എന്തിന് ഭാരപ്പെടണം? ദൈവങ്ങളെ, നമുക്ക് നമ്മെ തന്നെ ആ നിലയിലൊന്ന് ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാൻ, വിധേയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരട്ടെ. സങ്കീർത്തനക്കാരൻ പറയാണ്, എൻ്റെ ആത്മാവിനെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ദൈവത്തിലുള്ള ആശ്രയമാണ്, ദൈവത്തിലുള്ള പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വ്യസനങ്ങളെ, നമ്മുടെ ഹൃദയത്തിലെ വേദനകളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒക്കെയും അഭിമുഖീകരിക്കുവാൻ, സമാധാനത്തോടുകൂടെ അതിനോട് അഭിമുഖീകരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ നാളുകളിൽ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം എത്രമാത്രമുണ്ട്, ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം, അല്ലെങ്കിൽ ദൈവം നമ്മോട് കാണിക്കുന്ന കരുണകൾക്കൊത്തവണ്ണം നാം നന്ദിയുള്ളവരായിട്ടാണോ ദൈവത്തിൽ ജീവിക്കുന്നത് എന്നുള്ളത് നാം ഒന്ന് ഓർക്കുക. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ഓർക്കാനായിട്ട് കഴിയും. ഇവിടെ തന്നെയും 6-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്ക് പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. വളരെ വിഷാദത്തിന്റെ, മനസ്സ് തകർന്ന ഒരു അനുഭവത്തിന്റെ മധ്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, അതിന്റെ താഴത്തെ ഭാഗത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്, അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഈ വിഷയങ്ങൾ ഓർക്കുവാനായിട്ട് ഇടയായി തീരണം. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? യോർദാൻ പ്രദേശത്തെ കുറിച്ച് പരാമർശിക്കുന്നു, ഹെർമോൻ പർവ്വതങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു, അതുപോലെ മിസാർ മലയിൽ വെച്ച്. ഇതൊക്കെ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിലെ ചിന്തിക്കേണ്ട ചില അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവർത്തികളെ ഓർപ്പിക്കുന്നതായ സ്ഥലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഒന്നാമതായിട്ട് നാം വായിക്കുന്നു യോർദാൻ പ്രദേശം. എന്താ യോർദാന്റെ പ്രത്യേകത? യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിലേക്ക് നമുക്ക് അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, യോർദാൻ നദി ഉണങ്ങിയ നിലമാക്കി മാറ്റിയ ദൈവം ഇസ്രായേൽ ജനത്തെ ആ ഉണങ്ങിയ നിലത്തൂടെ കനാനിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ച ദൈവത്തിന്റെ കരുതലാണ് അവിടെ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, നമുക്ക് ആ നിലയിലെ കർത്താവിനെ ഓർക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? നമുക്കറിയാം, ഇസ്രായേൽ ജനതയുള്ള ബന്ധത്തില് ആ യോർദാൻ നദിയുടെ ആ കരയിൽ വന്ന് നിന്നുകൊണ്ട് നിലവിളിക്കുന്നതായ, ദുഃഖിക്കുന്നതായ അനുഭവം എങ്ങനെ മുൻപോട്ട് പോകും? വളരെ പ്രതിസന്ധികളാണ് അവർക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പുരോഹിതന്മാർ മുൻപോട്ട് പോയപ്പോൾ, പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ ടച്ച് ചെയ്തപ്പോൾ ഒരു വലിയ മാറ്റങ്ങളുണ്ടായി. എന്താ മാറ്റം ഉണ്ടായത്? യോർദാൻ 2ആയിട്ട് പിരിഞ്ഞു. ആ നിലം ഉണങ്ങിയ നിലമായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ, അവിടെ ഈ കഴിഞ്ഞ നിമിഷങ്ങളൊന്നും വെള്ളം ഒഴുകിയ ഒരു ലക്ഷണം പോലും ഇല്ലാത്ത നിലയിൽ അത്ര ഉണങ്ങിയ നിലമാക്കി യോർദാൻ നദിയെ മാറ്റി. അവർ ഇസ്രായേൽ ജനം അതുവഴി കടന്നുപോയി. എവിടേക്കാണ് കടന്നത്? അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മരുഭൂമിയിൽ കൂടി കഴിഞ്ഞ ദീർഘവർഷങ്ങൾ നടന്ന അനുഭവങ്ങളൊക്കെയും വിട്ടുകളഞ്ഞ്, അല്ലെങ്കിൽ അത് മറന്നുകൊണ്ട് ഇനി പുതിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള ആദ്യത്തെ പടിയാണ്. കഴിഞ്ഞ നാളുകളിലെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ഇനി ഇതാ ദൈവത്തിന്റെ വാഗ്ദത്തപ്രകാരം ദൈവം അരുളി ചെയ്ത സ്ഥലത്തേക്ക് അവർ കടന്നു പോവുകയാണ്. എത്രയോ അനുഗ്രഹീതമായ ഓർമ്മകളാണ് ദൈവമക്കളെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കേണ്ടത്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു സ്ഥാനമാണ്.
നമ്മെ സംബന്ധിച്ചിടത്തോളം നാമും ആ സ്വർഗീയ കനാനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ്. ഇന്ന് ഈ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ അല്പമായ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിൽ പതറാതെ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിക്കണം. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ഹെർമോൻ പർവ്വതങ്ങൾ. ഹെർമോൻ പർവ്വതത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ അവിടെ യോശുവയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ബാശാൻ രാജാവായ ഓഗിനെയും അമ്മോന്യ രാജാവായ സീഹോനും തോൽപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഹെർമോൻ. ശത്രുവിനെ പരാജയപ്പെടുത്തിയ മേഖലയാണ് ഹെർമോൻ. ദൈവങ്ങളെ, നമ്മുടെ ശത്രുവിനെ പരാജയപ്പെടുത്തിയ അനേക അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ കൂടെ വരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തില് ശത്രുവിനോട് വിജയിച്ച അല്ലെങ്കിൽ ശത്രുവിനെ പരാജയപ്പെടുത്തി അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാൻ ഇടയായിത്തീർന്ന അനുഭവങ്ങൾ നമുക്ക് ഒത്തിരിയുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ കാണുവാനായിട്ട് കഴിയും. ഈ ആത്മീയ ബന്ധമൊന്നും വേണ്ട, ഈ വേർപാട് ജീവിതമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മെ വ്യതിചലിപ്പിക്കുവാൻ ശ്രമിച്ച പിശാചിന്റെ അനേക തന്ത്രങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഇന്ന് ദൈവസേനയില് ആ ഓർമ്മകൾ നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിക്കട്ടെ. നാം ഇവിടെ മുമ്പേ വായിച്ചതുപോലെ 103-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒരിക്കലും മറന്നു പോകാൻ ഇടയാത്ത അനേക അനുഭവങ്ങൾ ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ, തന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നാം മറന്നുപോകും. നമുക്കത് ഓർമ്മയിൽ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇടയ്ക്കൊക്കെ അതൊന്ന് റിക്കളക്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. മറ്റൊന്ന് നമ്മൾ വായിക്കുന്നു, മിസാർ മലയിൽ വെച്ച്. എന്താണ് മിസാർ മലയുടെ പ്രത്യേകത? അത് സീനായ് മലയോട് ചേർന്നൊരു മലയാണ്. അവിടെയാണ് ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം ലഭിച്ചത്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആ മാറ്റമില്ലാത്ത കൽപ്പനകള് അനുസരിക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരുക്കിയ ആ കൽപ്പനകള് ദൈവങ്ങൾ ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ അന്വർത്ഥമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന്റെ ആലോചനകൾ നമുക്ക് തന്നിട്ടുള്ള ദൈവത്തിന്റെ ആലോചനകൾ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുവാൻ, അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ നിലനിർത്തുന്നത് ആ ദൈവത്തിന്റെ ശക്തിയേറിയ വചനങ്ങളാണ്, ദൈവത്തിന്റെ ആലോചനകളാണ്. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത ചില മേഖലകളെ കുറിച്ചാണല്ലോ നാം ഓർത്തത്. 1 യോർദാൻ പ്രദേശം, 2 ഹെർമോൻ മേഖല, 3 മിസാൻ മല. ഈ മേഖലകളെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ ചിന്തയിലുണ്ടായിരിക്കും. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓരോന്നായിട്ട് ഓർക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനാക്കണം ഇടയായിക്കണം. നാം വിഷാദിച്ചുള്ളിൽ ഞരങ്ങുവാൻ ആവശ്യമില്ലാത്ത നിലയിൽ ദൈവിക കരുതൽ നമ്മോട് കൂടെയുണ്ട്. നാം മറന്നു പോകരുത്. നമുക്ക് അനേക അനുഭവങ്ങൾ ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേക വ്യക്തികളെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം അവരോട് ഇടപെട്ട മേഖലകള്, നിരാശയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതായ അനേക അനുഭവങ്ങൾ, സംഭവങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഏലിയാവിനോടുള്ള ബന്ധത്തിലാണ്. ഏലിയാവ് 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ഏലിയാവ് വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു. എന്താണത്? ഏലിയാവ് പറയാണ്, മതി കർത്താവേ, മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും പ്രാധാന്യമുള്ളവനൊന്നുമല്ല, നന്മയൊന്നും ഉള്ളവനല്ല, അതുകൊണ്ട് എന്നെ അങ്ങ് എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്ന ഒരു അനുഭവം ഏലിയാവിന്റെ ജീവിതത്തിലുണ്ടായി. എന്താണ് കാരണം? നമുക്ക് 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 4-ാം ഭാഗ്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, താനാ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ ഒരു നിരാശയുടെ വാക്കുകളായിട്ട് നമുക്ക് ആ വാക്കുകളെ കാണുവാനായിട്ട് കഴിയും. എന്താണ് കാരണം? 19-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് 2-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസബേല് ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ. ഇസബേലിന്റെ ഒരു വാക്കിൽ ഏലിയാവ് നിരാശനായി, പതറിപ്പോയി. മുൻപോട്ട് പോകുവാൻ, ഒരു ചൂട് മുൻപോട്ട് വയ്ക്കുവാനായിട്ട് അവന് മുമ്പിൽ ലക്ഷ്യമില്ല, പതറി. എന്താണ് കാരണം? ഇസബേൽ ഒരു വാക്ക് അറിയിച്ചത് മുഖാന്തരം. അതിനുള്ള അടിസ്ഥാന കാരണം പുറകിലേക്ക് വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏലിയാവ് എത്രയോ ശക്തമായ നിലയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചവനാണ്, എത്രയോ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചവനാണ്. മാത്രമല്ല, അവിടെ നാം 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും
ഈസബേലിന്റെ മേശയിങ്കൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക എന്ന് പറഞ്ഞു. രണ്ട് ഭാഗത്തു നിന്നുമായി 850 പ്രവാചകൻ, ബാലിന്റെ പ്രവാചകന്മാര് 400, അശേര പ്രവാചകന്മാർ 450. ഈ 450 വരെ പോറ്റിയിരുന്നത് ആരാ? ഇവിടുന്ന് വായിക്കുന്നുണ്ട്. ഇസബേലിന്റെ മേശയില് ഭക്ഷിച്ചു വരുന്ന 400 പ്രവാചകന്മാർ, 450, 400, 850 പ്രവാചകന്മാർ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസബേലിന്റെ പ്രവാചകന്മാരെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ബാലിന്റെ പ്രവാചകന്മാരെ ഇസബേലിലെ ആ പ്രവാചകന്മാരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് ഏലിയാവിന്റെ ഒരു അത്ഭുത പ്രവർത്തിയാണ്. അല്ലെങ്കിൽ ഏലിയാവിൽ കൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തി നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എത്രയോ അനുഗ്രഹീതമായ നിലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏലിയാവ് പ്രവർത്തിച്ചു. കർത്താവിന് വേണ്ടി വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിച്ച ഏലിയാവ് ഇപ്പോൾ പറയാണ്, എന്താ പറഞ്ഞത്? മതി കർത്താവേ, മതി, മതി, എനിക്കിത് മതി, എൻ്റെ ജീവിതം മതിയാക്കി, ഇനി മതിയാക്കുക, ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ തുടർന്ന് കാണുന്നത്? കർത്താവ് ഏലിയാവിനോട് എങ്ങനെയാണ് ഏർപ്പെട്ടത്? 5-7 വാക്യങ്ങളിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. വളരെ നിരാശയുടെ അനുഭവത്തിൽ കിടക്കുന്ന ഏലിയാവിനെ തട്ടി ഉണർത്തി അവന് ആവശ്യമായ ബലം നൽകുന്ന ഒരു കർത്താവ്. ദൈവമക്കളെ, ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. ഇങ്ങനെയുള്ള നിരാശയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അവിടെ നിന്ന് നമ്മെ കൈവിടുന്നവനല്ല നമ്മുടെ കർത്താവ്. കർത്താവിന് വേണ്ടി അത്യധികം അധ്വാനിച്ച ശേഷം ഒരു വ്യക്തിയുടെ വാക്കിൽ നിരാശപ്പെട്ടു പോകുന്ന ഏലിയാവ്, അവിടെയും തന്നെ ശക്തീകരിക്കുന്ന കർത്താവ്. നാം ഇവിടെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, 3-ാം വാക്യത്തിൽ: നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പോലും എൻ്റെ ആഹാരമായി തീർന്നു. മറ്റുള്ളവരുടെ പരിഹാസം, ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസം നമ്മെ പലപ്പോഴും ക്ഷീണിപ്പിക്കുന്ന അനുഭവമാണ്. സങ്കീർത്തനക്കാരൻ അത് ഓർമ്മിക്കാം. അതുപോലെയാണ് ഇവിടെ ഏലിയാവിന് സംഭവിച്ചത്. എന്താണ് ഏലിയാവ് പറയുന്നത്? മതി, ഇസബേലിന്റെ വാക്കിൽ താൻ നിരാശനായി തീർന്നു. ഇനി മുൻപോട്ട് ചുവട് വയ്ക്കുവാൻ കഴിയാത്ത നിലയിൽ വളരെയധികം നിരാശനായി തീർന്ന ഏലിയാവ്. ദൈവമക്കളെ, നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, നിരാശയുടെ അനുഭവത്തിൽ കർത്താവിൽ ആശ്രയിക്കുവാൻ ചാരുവാനായിട്ട് ഇടയായിത്തീരും. ദാനിയേലിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇടാം. നമുക്കറിയാം അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ബാബേലിലേക്ക് അടിമകളായിട്ട് കൊണ്ടുവന്ന 4 ബാലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേല്, ഹനന്യാവ്, മീശായേല്, അസര്യാവ്. അവിടെയും ദൈവത്തിന്റെ കരുതൽ ആ ബാലന്മാരോടുകൂടെ ഉണ്ടായിരുന്നു, അല്ലെ? അവിടെ ജീവിതം എങ്ങനെ ആരംഭിച്ചത് നമുക്ക് ദാനിയേലിന്റെ ബന്ധത്തിൽ പറയുവാനായിട്ട് കഴിയുന്നുണ്ട്. രാജാവിന്റെ മേശയിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കിയില്ല എന്ന് ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തമായ തീരുമാനമെടുത്തു. ആ തീരുമാനം പ്രായോഗികമായി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായിട്ടുണ്ട്. പല പ്രതിസന്ധികൾ അതിന് മുമ്പിൽ ഉണ്ടായി. അവിടെയൊക്കെ വിജയകരമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ദാനിയേലിന് ഇടയായിട്ടുണ്ട്. ദൈവങ്ങളെ, നമ്മൊരു കാര്യം വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കേണ്ടത്, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ കെട്ടുപാടുകളോട്, ലോകത്തോട് കൂടുതൽ ഇണങ്ങിച്ചേരുവാൻ, ലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാനുള്ള സ്വാധീനം അല്ലെങ്കിൽ ആലോചന നമുക്ക് ലഭിച്ചത് വരും. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ എങ്ങനെ നിർവഹിക്കപ്പെടണം എന്നുള്ള ചിന്ത മാത്രമാണ് നമ്മെ ഭരിക്കേണ്ടത്. ദൈവത്തിന്റെ ഹിതമാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചനയാണോ എന്നുള്ളത് നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദാനിയേലിനുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഹനന്യാവ്, മീശായേൽ, അസര്യാവ്, അവരുടെ ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായ നിലയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെയൊക്കെ ദൈവം അവരെ വിടുവിച്ചു. 3 ബാലന്മാരെ എന്ത് ചെയ്തു? തീയിലേക്ക് ഇടുവാനായിട്ട് ഇടയായി. ആ തീയിലിട്ട ഈ 3 ബാലന്മാരോടുകൂടെ ഇപ്പോഴിതാ നാം നോക്കുമ്പോൾ, രാജാവ് നോക്കുമ്പോൾ ഒരാൾ കൂടെയുണ്ട്. 3 പേരെ ഇട്ടു. ഇപ്പോഴെത്ര പേരുണ്ട്? 4 പേരാണ്. വളരെ അത്ഭുതകരമായ നിലയിൽ ദൈവത്തിന്റെ പരിപാലന അവിടെ അനുഭവിക്കുകയാണ് ആ ബാലന്മാർ. ന്യായമായി വളരെ പ്രതിസന്ധിയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വാക്ക് പറയാനായിട്ട് കഴിയും. ഇതാണ് വളരെ സന്തോഷകരമായ അനുഭവം. പതറാതെ മുൻപോട്ട് പോകുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ ദൈവിക സാന്നിധ്യം അവരോടുകൂടെയുണ്ട്. മറ്റൊന്ന് നമുക്ക് കാണുവാനായിട്ട്, ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ യോഹന്നാനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ഇപ്പോൾ യോഹന്നാൻ എവിടെയാണ്? പത്മോസ് ദ്വീപിൽ. സുവിശേഷ നിമിത്തം, അതായത് സാക്ഷ്യ നിമിത്തം പത്മോസ് ദ്വീപിൽ അടക്കപ്പെട്ട യോഹന്നാൻ. എന്നാൽ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഏകാന്തതയുടെ മധ്യത്തില് മറ്റാരും സഹായമില്ലാത്ത സ്ഥാനത്ത് അവനെ സ്വീകരിക്കുന്ന, അവനെ അംഗീകരിക്കുന്ന, അവനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വാക്കുകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: കാഹളത്തിനൊത്തൊരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. യോഹന്നാൻ പറയാണ്, വലിയൊരു ശബ്ദം, കാഹളത്തിനൊത്തൊരു ശബ്ദം താൻ കേട്ടു. എന്താണ്? എവിടെയാണ്? അവിടെ താൻ തിരിഞ്ഞു നോക്കി, ആരാണെന്ന് അറിയുവാനായിട്ട് നോക്കി. താൻ എന്താ കണ്ടത്? 13-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ മഹത്വം തനിക്ക് വെളിപ്പെടുന്നു. പ്രതിസന്ധികളുടെ മധ്യത്തില്, മറ്റാരുമില്ലാത്ത സ്ഥാനത്ത്, സുവിശേഷ നിമിത്തം കഷ്ടതയുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെയും ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ കർത്താവിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യം അവിടെയുണ്ട്. ദൈവമക്കളിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ ഇമ്പശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഓടിക്കാം. ദൈവവചനം നമ്മെ ശക്തീകരിക്കുകയും ദൈവവചനത്തിന്റെ ആലോചനകൾ നമ്മെ നിലനിർത്തുകയും ആത്മീയമായ ഉന്നത നിലവാരത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, ഇതാണ് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടത്. ദൈവത്തിന്റെ വചനം ഇരുവായുധങ്ങൾ ഏതുവാളിനേക്കാൾ ശക്തിയേറിയതും മൂർച്ചയുള്ളതുമായ ആ ദൈവത്തിന്റെ വചനം, ആ വചനത്തോടുള്ള ബന്ധത്തില് വളരെ വ്യക്തമായ നിലയിൽ ആത്മാർത്ഥതയോടുകൂടെ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഇടയായിട്ട്. നമുക്ക് മറ്റൊരു വ്യക്തിയെ കുറിച്ച്, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ച മറ്റൊരു വ്യക്തിയാണ് യോന. യോനയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ യോന എവിടെയാണ്? യോന ഒരു മത്സ്യത്തിന്റെ വയറ്റില്ല. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സാഹചര്യം. യോന ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. യോന തന്നെ പറഞ്ഞു, എന്നെ കടലിലേക്ക് എറിഞ്ഞുകള, അതുകൊണ്ട് തീരുമല്ല, എൻ്റെ ജീവിതം തീരുമെന്ന് താൻ വിചാരിച്ചു. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ പ്രത്യേകമായ കരുതൽ അവിടെ അനുഭവിക്കാനായിട്ട് ഇടയായി. ഒരു വലിയ മത്സ്യം അവനെ വിഴുങ്ങി. ഇപ്പോൾ യോന മത്സ്യത്തിന്റെ വയറ്റിലാണ്. എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുക. ദൈവം പ്രാർത്ഥന കേട്ടു. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവമക്കൾ, ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഒന്നല്ലെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യം കൂടെ കടന്നു പോകുന്ന അനേക അനുഭവങ്ങൾ പറയുവാനായിട്ട് കഴിയും. പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യം കൂടെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് അറിയുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ ഓരോ പ്രിയപ്പെട്ടവരുള്ള ബന്ധത്തിലും ചോദിച്ചാൽ ഓരോരുത്തർക്കും വ്യക്തമായ നിലയിൽ പറയുവാനായിട്ട് കഴിയും. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധി. ഇവിടേക്ക് എന്താണ് അതിനൊരു പരിഹാരം? നമ്മുടെ മുൻപിലുള്ള ഏക പരിഹാരം ദൈവിക സാന്നിധ്യമാണ്. ദൈവിക ആലോചന ലഭിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് നമ്മുടെ ആവലാതികൾ, നമ്മുടെ വേദനകൾ പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ സകല ഭാരവും ദൈവസ്ഥിതിയിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് മതിയായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവന്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം, അവന്റെ മുഖത്തേക്ക് നോക്കാം. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോശുവ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9 നാം ഇങ്ങനെ വായിക്കുന്നു: കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റി വളഞ്ഞു, ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ, എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. 10-ാം വാക്യം: യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. യോശുവ ജനത്തിനു വേണ്ടി ദൈവം മുൻപാകെ വീണ് കിടക്കുന്ന ഒരനുഭവം. വളരെ എന്താ കാരണം? ഹായി പട്ടണവുമായിട്ട് യുദ്ധം ചെയ്തിട്ട് പരാജയപ്പെട്ടു. യോശുവയ്ക്ക് വളരെ വേദനയുള്ള അനുഭവം. ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ മരുഭൂമിയിൽ കൂടെ നടന്നു വന്നു. ദൈവത്തിന്റെ കരുതൽ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഹായിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. വളരെ ചെറിയ പട്ടണം, വളരെ ചുരുങ്ങിയ ആൾക്കാർ പോയാൽ ആ ഹായി പട്ടണത്തെ പരാജയപ്പെടുത്താമെന്ന് ചിന്തിച്ചാണ് മുൻപോട്ട് പോയത്. എന്നാൽ അവിടെ സംഭവിച്ചത് വലിയൊരു പരാജയമായി. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്, നമുക്കറിയാം. അഖോർ താഴ്വരയെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മതി. ആഖാൻ ചെയ്ത തെറ്റിന്റെ
അനന്തര ഫലമായിരുന്നു അത്. എങ്കിലും യോശുവ ചെയ്തത് എന്താണ്? ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം മുൻപാകെ വീണ് കിടക്കുന്ന യോശുവ, സാഷ്ടാംഗം വീണ് കിടക്കുന്ന യോശുവ. യഹോവയായ ദൈവം യോശുവയോട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന്? പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവനോട് രമ്യപ്പെടുവാൻ, അവനോട് ആലോചന നൽകുവാൻ വെക്കണം ദൈവിക സാന്നിധ്യം അവിടെ കടന്നു വരും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ, പരാജയങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവിടെയൊക്കെ നാം എന്താ ചെയ്യാറുള്ളത്? ദൈവസന്നിധിയിലേക്ക് വീഴുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തോട് നമ്മുടെ ആ വേദനകൾ പറയുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മുടെ മധ്യേ കടന്നു വരും. അവൻ നമ്മെ ശക്തീകരിക്കും. അവനോട് ചേർന്ന് നടക്കുവാനായിട്ട് ഇടയായിത്തരട്ടെ. അനേക വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാനത് ചുരുക്കുകയാണ്. ശിംശോന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശിംശോൻ പാപത്തിലകപ്പെട്ടു പോയി, വളരെ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി. ആരംഭത്തേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലാണ് ശിംശോന്റെ അവസാന കാലഘട്ടം എത്തിയത്. ദൈവിക ശക്തി നഷ്ടപ്പെട്ടു. എന്താണ് കാരണം? അവൻ ചെയ്ത പാപം നിമിത്തം, അവന്റെ ജീവിതത്തിലെ പരാജയം നിമിത്തം. എന്നാൽ അവസാന നിമിഷങ്ങളിൽ അവൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അവന് നൽകിയതായിട്ട് നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിനേക്കാൾ അധികം വരെ തന്റെ മരണത്തിൽ കൊന്നുകളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ശക്തി അവനിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രതിസന്ധികൾ മധ്യത്തിൽ ദൈവിക കരുതൽ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്ന അനുഭവം മാത്രമല്ല, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. കർത്താവ് പറയുന്ന, മോശയോട് പറയുന്ന ചില വാക്കുകൾ എന്താണ് പറയുന്നത് അവിടെ? ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ടു, അവരുടെ കണ്ണുനീര് കണ്ടു, അവരുടെ വേദനകൾ കണ്ടു, മിസ്രൈമിൽ അവരെ ഞെരുക്കുന്ന ഞെരുക്കം ഞാൻ കണ്ടു. ദൈവമക്കളെ, ദൈവം നമ്മെ കാണുന്നവനാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്, നമ്മുടെ ഭാരങ്ങൾ അറിയുന്നവനാണ്. നിന്റെയും എന്റെയും കണ്ണുനീര് കണ്ട് മറികടന്നു പോകുന്നവനല്ല എൻ്റെ ദൈവം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എൻ്റെ കണ്ണുനീര് കാണുന്ന കർത്താവ് എന്നോട് കൂടെയുള്ളതോ നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. അവിടെ ഞെരുക്കങ്ങളിൽ ദൈവം അവരെ വിടുവിക്കുന്നവനാണ്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ആ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മെ കൈവിടാത്ത ദൈവം, അവസാനം വരെ നടത്തുവാൻ കഴിവുള്ള ശക്തനായവൻ നമ്മുടെ കരങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ പിടിച്ചതല്ല, പിന്നെയോ കർത്താവ് നമ്മുടെ കരങ്ങളിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഒരിക്കലും ഈ കരങ്ങള് വിട്ടുപോകുന്ന കരങ്ങളല്ല. ദൈവത്തിന്റെ കരങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് പോകുന്ന കരങ്ങളല്ല, എല്ലായ്പ്പോഴും നമ്മളോടെയുള്ള കരങ്ങൾ. ഒരു വാക്യം കൂടെ വായിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത് 2-ാം വാക്യത്തിൽ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വ്രതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. ദൈവമക്കളെ, നമ്മെ എത്രമാത്രം അനുഗ്രഹീതമായ നിലയിൽ കരുതുന്ന, നമ്മുടെ മുൻപേ നടക്കുന്ന, നമ്മുടെ വഴികളെ നിരപ്പാക്കുന്ന, നമ്മളെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന അവന്റെ അനുഗ്രഹീതമായ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട്. അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല ദൈവമക്കളെ. ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീരട്ടെ. സങ്കീർത്തനക്കാരൻ പറഞ്ഞുപോലെ, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ള ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശം ചെയ്യും, എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കുവാൻ തക്ക തുണിയായിട്ട് അത്താണിയായിട്ട് കർത്താവ് കൂടിയുണ്ട്. അവൻ ഇരുമ്പോടാമ്പലുകളെ ഭേദിച്ച് കളയുന്നവനാണ്. നമുക്കറിയാം പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, ദൈവത്തിന്റെ അത്ഭുത കരുതല് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദിവസത്തിൽ അനുഭവിക്കാൻ ഇടയായിട്ട് ദൈവജനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വരുന്ന ദിവസത്തിൽ കൂടുതൽ ശക്തിക്കും ധൈര്യത്തിനും ആത്മീയ നിലനിൽപ്പിനും ആത്മീയമായ വളർച്ചയ്ക്കും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ.